Good evening. I'm Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിന്റെ എക്സംബ്ലർ NCERT എക്സംബ്ലർ ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി MCQ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അതിൽ എക്സ്പ്ലനേഷൻ ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അതിൽ ചോദിച്ചിരിക്കുന്നത് ഹെട്രോസ്പോറി നമുക്കറിയാം കണ്ടു തുടങ്ങിയത് എവിടെ തൊട്ടാണ്? ചില മെമ്പേഴ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സും ആൻഡ് എല്ലാ സ്പെർമറ്റോഫൈറ്റ്സും, അതായത് എല്ലാ സീഡ് വെയറിംഗ് പ്ലാന്റ്സും. ഇനി അതിനെന്തെങ്കിലും എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തറിയാം? നമുക്കറിയാം ഹെട്രോസ്പോറിയിൽ 2 ടൈപ്സ് ഓഫ് സ്പോർസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊന്ന് മൈക്രോസ്പോർ, അതായത് മെയിൽ ഗാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആൻഡ് രണ്ടാമത്തത് മെഗാസ്പോർ വിച്ച് പ്രൊഡ്യൂസസ് എന്ത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാക്കുന്ന. ആൻഡ് ഈ മെഗാസ്പൊറാഞ്ചിയം, അതായത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ പാർട്ടായ മെഗാസ്പൊറാഞ്ചിയം എങ്ങനെയാണ്? അത് റീറ്റെയിൻഡ് ആയിട്ട് ഇരിക്കും ഏതിനുള്ളിൽ? സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ. സ്പോറോഫൈറ്റ് എന്ന് വെച്ചാൽ മെയിൻ പ്ലാന്റ് ബോഡിയുടെ ഉള്ളിൽ റീറ്റെയിൻ ആയിട്ട് മെഗാസ്പൊറാഞ്ചിയം ഇരിക്കും. ആൻഡ് അതിന്റെ ഗുണം എന്താണ്? അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഫോർ ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവൽ, അതായത് അതിനൊരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് അങ്ങനെ ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ടെറിഡോഫൈറ്റിൽ ഫസ്റ്റ് സെലാജിനല സാൽവിനിയയിൽ കണ്ടു തുടങ്ങി, ആൻഡ് ബാക്കി എല്ലാ ജിംനോസ്പെർമ്സിലും ആൻഡ് എല്ലാ ആൻജിയോസ്പെർമ്സിലും നമ്മൾ ഹെട്രോസ്പോറി കണ്ടു. അപ്പോ ഹെട്രോസ്പോറിയിൽ 2 ടൈപ്സ് ഓഫ് സ്പോർസ് ഏതൊക്കെ? മൈക്രോസ്പോറും മെഗാസ്പോറും. ഇനി ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ ഡെവലപ്പ് ആയി എങ്ങനെയാണ്? റീറ്റെയിൻഡ് ആയിരിക്കും വിത്തിൻ ദി സ്പോറോഫൈറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ റീറ്റെയിൻ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്ന പ്രോഡക്ട്സ്, അതായത് സൈഗോട്ട് ആയാലും എംബ്രിയോ ആയാലും വിത്തിൻ ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് വിച്ച് ഇസ് അഗെയിൻ റീറ്റെയിൻഡ് വിത്തിൻ ദ സ്പോറോഫൈറ്റ്. ഇനി എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താണ്? അവർക്ക് ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവൽ ഉണ്ട്. ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവൽ, അതായത് ഉണ്ടായി വരുന്ന സൈഗോട്ടിനും എംബ്രിയോനും ഗ്രേറ്റർ ചാൻസ് ഓഫ് സർവൈവലും. ആൻഡ് അവർക്ക് ബെറ്റർ ഡെവലപ്മെന്റൽ കണ്ടീഷൻ, ഡെവലപ്മെന്റിന് അവർക്ക് പുറത്തെ ഹാർഷ് എൻവയൺമെന്റിനാൽ ബാധിക്കപ്പെടാണ്ടിരിക്കാൻ അവരെങ്ങനെയാ? കംപ്ലീറ്റ്ലി കവേർഡ് ആണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ബെറ്റർ ചാൻസ് ഓഫ് സർവൈവൽ ഉണ്ട്. ആൻഡ് അവർ അഫക്റ്റഡ് ആവുന്നില്ല ബൈ ഹാർഷ് ഇക്കോളജിക്കൽ കണ്ടീഷൻസ്. അതുകൊണ്ട് എന്ത് വിളിച്ചു? ഹെട്രോസ്പോറി ഇസ് കൺസിഡേർഡ് ആസ് ദി പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ്, അതായത് സീഡ് ഫോർമേഷനും ഡെവലപ്മെന്റിന്റെയും മുമ്പേ വരുന്നൊരു ഫേസ് ആയിട്ട് നമ്മൾ കണ്ടു. ഏതിനെ? ഹെട്രോസ്പോറിനെ. അപ്പൊ ഇതാണ് 3rd ക്വസ്റ്റിന്റെ ആൻസർ. ഇനി 4th ക്വസ്റ്റിനിലേക്ക് പോവാണെങ്കിൽ, ഹൗ ഫാർ ഡസ് സെലാജിനെല്ല, വൺ ഓഫ് ദി ഫ്യൂ ലിവിംഗ് മെമ്പേഴ്സ് ഓഫ് ലൈക്കോപോഡിയൽസ്, അത് ലൈക്കോപോഡിയൽസ് എന്നാണ് ടെറിഡോഫൈറ്റ്സിലെ ഒരു ഗ്രൂപ്പാണ്. ആൻഡ് അത് ഫോൾ ഷോർട്ട് ഓഫ് സീഡ് ഹാബിറ്റ്, അതായത് എത്രത്തോളാണ് ഏത് വൺ ഓഫ് ദി ലിവിംഗ് മെമ്പർ ഓഫ് ടെറിഡോഫൈറ്റ്സ് ആയ സെലാജിനെല്ല എങ്ങനെ സീഡ് ഹാബിറ്റിന് കുറവ് വഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? നമുക്കറിയാം സീഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന ഹൗ ഫാർ ഡസ് ഇറ്റ് ഫോൾ ഷോർട്ട് ഓഫ് സീഡ് ഹാബിറ്റ്. സീഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താ? സീഡ് ഫോം ചെയ്യുക ആൻഡ് ഡെവലപ്മെന്റ്, ദ ഹോൾ ഡെവലപ്മെന്റൽ ഫേസ്. ഇനി സെലാജിനെല്ലയിൽ നമുക്കറിയാം സെലാജിനെല്ലയും സാൽവിനിയും വൺ ഓഫ് ദി ഫ്യൂ മെമ്പേഴ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആണ് വിച്ച് ഷോസ് ഹെട്രോസ്പോറി. അപ്പൊ ഹെട്രോസ്പോറി കാണിക്കുന്നത് കൊണ്ട് അവര് 2 തരത്തിലുള്ള സ്പോർസ് ഉണ്ടാക്കുന്നു, അതായത് മാക്രോ അല്ലെങ്കിൽ ലാർജ് ആൻഡ് മൈക്രോ അല്ലെങ്കിൽ സ്മോൾ സ്പോർസ് ഉണ്ടാക്കുന്നു. ഇനി ഈ മൈക്രോവും മെഗാസ്പോറും കൂടി ജെർമിനേറ്റ് ചെയ്ത് എന്തുണ്ടാവുന്നു? ഡെവലപ്പ് ചെയ്ത് നമുക്ക് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ആൻഡ് ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അഗൈൻ എങ്ങനെയാണ്? റീറ്റെയിൻഡ് ആണ് ഓൺ ദി പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ പേരന്റ് സ്പോറോഫൈറ്റ്. ആൻഡ് റീറ്റെയിൻഡ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു വരുന്ന ഡെവലപ്മെന്റൽ സ്റ്റേജസ് എവിടെയാണ് നടക്കുക? അവര് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ വിത്തിൻ ഉള്ളിലാണ് നടക്കുക. ഇനി സെലാജിനെല്ലക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് കംപ്ലീറ്റ് സീഡ് ഹാബിറ്റ് അവർക്കില്ല, അത് സ്പെർമറ്റോഫൈറ്റ്സിനെ പോലെ കംപ്ലീറ്റ് ഒരു സീഡ് ഹാബിറ്റ് അവർക്കില്ല, ദോ ദേ ഷോസ് ഹെട്രോസ്പോറി. അപ്പൊ അവന് ലാക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അവർക്ക് കംപ്ലീറ്റ് റീറ്റെൻഷൻ ഓഫ് എംബ്രിയോ ഇല്ല, അത് ഫസ്റ്റ് പോയിന്റ്. അതായത് സൈഗോട്ട് ഉണ്ടായി, എംബ്രിയോ ഉണ്ടായി, ആൻഡ് ഈ എംബ്രിയോ എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി റീറ്റെയിൻഡ് വിത്തിൻ ദി പ്ലാന്റ് ബോഡി നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇവർക്ക് സീഡ് കവറിങ്സ് ഇല്ല. ജിംനോസ്പെർമും ആൻജിയോസ്പെർമിലും നമുക്ക് മെയിൻ കാണാൻ പറ്റുന്ന എന്താണ്?
അവരുടെ സീഡ് കവറിങ്, സീഡ് ഹാബിറ്റിൽ വരുന്ന ഒന്നാണ് സീഡ് കവറിങ്. അപ്പോ ഇവർക്ക് എങ്ങനെ സെലാജിനിലേക്ക് എഗെയിൻ ഈ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സീഡ് കവറിങ് ഇല്ല. ആൻഡ് ഈ ജെർമിനേഷന് എത്ര വരെ അവർ വെയിറ്റ് ചെയ്യും? അതായത് ജെർമിനേഷൻ അവർ വെയിറ്റ് ചെയ്ത് ബാക്കി പ്രോസസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കും. എങ്ങനെ? ഒരു ഫേവറബിൾ എൻവയൺമെന്റ് വരുന്നത് വരെ. കാരണം എന്താ? അവരെ അൺഫേവറബിൾ എൻവയൺമെന്റ് ബാധിക്കും. കാരണം എന്താണ്? അവരുടെ കംപ്ലീറ്റ്ലി റീറ്റെയിൻഡ് അല്ല ആൻഡ് പ്രൊട്ടക്റ്റഡ് സീഡ് കവറിങ്സ് ഇല്ല. അപ്പൊ പുറത്തേത്തെ എൻവയൺമെന്റ് ഫേവറബിൾ ആവുന്ന സമയത്ത് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ സസ്പെൻഷൻ ഓഫ് ജെർമിനേഷൻ ടിൽ ദി അറൈവൽ ഓഫ് എ ഫേവറബിൾ എൻവയൺമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് ലാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രത്തോളാണ് ടെറിഡോഫൈറ്റ്സിലെ വൺ ഓഫ് ദി ലിവിംഗ് മെമ്പേഴ്സ് ആയ സെലാജിനലക്ക് സീഡ് ഹാബിറ്റിൽ നിന്ന് എത്രത്തോളം കുറവ് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈച്ച് പ്ലാന്റ് ഓർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഹാസ് സം phylogenetic significance in relation to evolution. Cycas, one of the few living members of gymnosperms, is called as relic of the past. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം. ഏത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഓൾസോ നോൺ ആസ് റിലിക് ഓഫ് ദി പാസ്റ്റ്. അപ്പൊ സൈക്കസ് നമ്മൾ എന്തും കൂടി വിളിച്ചു? റിലിക് ഓഫ് ദി പാസ്റ്റ് എന്ന് വിളിച്ചു. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഓഫ് സൈക്കസ് വിത്ത് എനി അതർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ജസ്റ്റിഫൈസ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്. അതായത് എങ്ങനെ സൈക്കസിന് എങ്ങനെയാണ്, എത്രത്തോളാണ് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് കാണുന്ന രീതിയിൽ അവർക്ക് ഫീച്ചേഴ്സ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോ സൈക്കസ് നമുക്കറിയാം എന്താണ്? വൺ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ജിംനോസ്പേം. ഇനി ഇത് ക്വസ്റ്റ്യൻ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പോയിന്റ് നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നോട്ട്സിൽ എവിടെയാന്ന് വെച്ചാൽ സൈക്കസ് ഇസ് ഓൾസോ നോൺ ആസ് റിലിക് ഓഫ് പാസ്റ്റ്. ഇനി അവരുടെ ഫീച്ചേഴ്സ് നമുക്കറിയാം. ജിംനോസ്പേം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത്? അൺബ്രാഞ്ച്ഡ് ആൾക്കാരുണ്ട്, ബ്രാഞ്ച്ഡ് ആൾക്കാരുണ്ട്, അവരങ്ങനെ ഡിവിഷൻ ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പൊ സൈക്കസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, അവർക്ക് ബ്രാഞ്ചിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതെന്തായാലും അറിഞ്ഞിരിക്കണം. അവര് അൺബ്രാഞ്ച്ഡ് ആണ്. ഏത്? അവരുടെ സ്റ്റെം അൺബ്രാഞ്ച്ഡ് ആണ്. ആൻഡ് അവരുടെ ലീഫ് എങ്ങനെയാണ്? അവരുടെ ലീഫ് ലാർജ് ആൻഡ് കമ്പൗണ്ട്. സിമ്പിൾ അല്ല, കമ്പൗണ്ട് ലീഫാണ്. ലാർജ് കമ്പൗണ്ട് ലീഫാണ് സൈക്കസിൽ കാണാൻ പറ്റുക. ഇനി നമുക്കറിയാം ജിംനോസ്പേമിന്റെ തൊട്ട് മുമ്പത്തെ ഏതായിരുന്നു ഡിവിഷൻ? അതായത് ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ടെറിഡോഫൈറ്റ്സിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഇവരും കാണിക്കുന്നുണ്ട്. അപ്പോ അത് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നു? ചില റിലേഷൻഷിപ്പ് വിത്ത് ടെറിഡോഫൈറ്റ് കാണിക്കുന്നുണ്ട്. അതില് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എവല്യൂഷണറി ക്യാരക്ടേഴ്സ് നമ്മളിപ്പോ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? കമ്പയർഡ് വിത്ത് ടെറിഡോഫൈറ്റ്സിലെ മെമ്പേഴ്സ്. അതില് ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും അവരുടെ ഗ്രോത്ത് ഭയങ്കര പതുക്കെയാണ്, സ്ലോ ഗ്രോത്ത് കാണിക്കുന്നതാണ്. ഇനി അവർക്ക് എങ്ങനെയാണ്? ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനും കാണുന്ന പോലെ സീഡ് ഹാബിറ്റ് ഉള്ളത് പോലെ അവർക്ക് കംപ്ലീറ്റ് റീറ്റെൻഷൻ ഓഫ് ദി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രോഡക്ട്സ് അല്ല. അവർക്ക് എങ്ങനെയാണ്? അവരുടെ സീഡ് എങ്ങനെ? എംബ്രിയോ സ്റ്റിൽ ഇമ്മച്യൂർ ആയിരിക്കുന്ന സമയം തന്നെ അവരുടെ സീഡ് ഷെഡ് ആവും ഫ്രം ദി മെയിൻ പ്ലാന്റ് ബോഡി. അപ്പൊ സെക്കൻഡ് പോയിന്റ്, ഷെഡിങ് ഓഫ് സീഡ്. എപ്പോ? വെൻ എംബ്രിയോ ഇസ് സ്റ്റിൽ ഇമ്മച്യൂർ. പക്ഷെ നമ്മൾ ആൻജിയോസ്പേമിനും ജിംനോസ്പേമിനും എങ്ങനെയാണ് വന്നത്? കംപ്ലീറ്റ്ലി റീറ്റെയിൻഡ് ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ്. അനാറ്റമി ഓഫ് പ്ലാന്റ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏത്? ലിറ്റിൽ സെക്കൻഡറി ഗ്രോത്ത് അവർ കാണിക്കുള്ളൂ. അതായത് വലിയ തടി നമുക്ക് കാണുന്ന പോലെ, വലിയ മരങ്ങൾ കാണുന്ന പോലെ അത്രയും വലിയ സെക്കൻഡറി ഗ്രോത്തും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കറിയാം ആൻജിയോസ്പേംസ് അല്ലാണ്ട്, അതായത് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും അതിന്റെ മുമ്പത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്? ചെറിയ, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഏത്? നമ്മൾ ആദ്യം പഠിച്ച ആൽഗിയൊക്കെ ജസ്റ്റ് ഒരു താലോയിഡ് ബോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്പെസിഫിക് റൂട്ടോ സ്റ്റെമ്മോ ലീഫോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോ ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നു. എങ്കിലും ഈ സൈക്കസിന് എങ്ങനെയാണ്? സെക്കൻഡറി ഗ്രോത്ത് കുറച്ചേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതായത് ചെറിയ തരത്തിലുള്ള സെക്കൻഡറി ഗ്രോത്ത്. ആൻഡ് അവരുടെ വുഡിന്റെ ടൈപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് പറയും? മാനോസൈലിക് വുഡ്. ഈ മാനോസൈലിക് വുഡ് പറയുമ്പോൾ എനിക്ക് എന്തും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ആ ടേം എന്താണെന്നും കൂടി പറയണം.
അപ്പോ വുഡിന്റെ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മാനോസൈലിക് വുഡും ഉണ്ട്, പിക്നോസൈലിക് വുഡും ഉണ്ട്. ഇനി എന്താണ് മാനോസൈലിക് വുഡ്? ഇനി അത് ഏതിലാണ് കാണുന്നത്? എക്സാമ്പിൾ അത് എഴുതുകയാണെങ്കിൽ മാനോസൈലിക് വുഡ് കാണുന്നത് സൈക്കസില്, ആൻഡ് പിക്നോസൈലിക് എവിടെയായിരിക്കും അപ്പോ? പൈനസ്. ഇനി അവരുടെ മെയിൻ പോയിന്റ്സ് എങ്ങനെയാണ്? അവര് നോൺ കോമ്പാക്ട് ആണ്. എങ്ങനെയാണ്? അവര് നോൺ കോമ്പാക്ട് ആണ്, അതായത് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളതല്ല, കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ്. അപ്പൊ പിക്നോസൈലിക് എങ്ങനെയായിരിക്കും? അതിന്റെ ഡിറക്റ്റ് ഓപ്പോസിറ്റ്, കമ്പാക്ട് ആയതുകൊണ്ട് അവർക്ക് സ്പേസ് ഒന്നും ഇടയിലില്ല. ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് അവര് കമ്പാക്ട് സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ്. ഇനി ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ മാനോസൈലിക് വുഡിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അത്യാവശ്യം വലിയ ഒരു amount ഓഫ് പാരൻകൈമ, ഒരു വലിയ പിത്ത് ആൻഡ് കോർട്ടെക്സ് mixed with less amount of xylem tracheids. നമുക്കറിയാം ട്രക്കീഡ്സ്, സൈലത്തിന്റെ ഡിഫറെന്റ് പാർട്സ് ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ട്രക്കീഡ്സ്, വെസൽ, സീറ്റ് ട്യൂബ്സ്, അങ്ങനെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതേപോലെ ഈ സൈലം ട്രക്കീഡ്സ് എങ്ങനെയായിരിക്കും? ലെസ് അമൗണ്ടിൽ ആയിരിക്കും. ഇനി ഇവരുടെ ഇതൊക്കെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ആൻഡ് അതിന്റെ ഡയഗ്രാം ജസ്റ്റ് പഠിച്ചു വെക്കണം എങ്ങനെയാണ്. അപ്പൊ ഡയഗ്രാം പഠിക്കുമ്പോൾ എന്തോരും കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പൊ അവരുടെ amount ഓഫ് പാരൻകൈമ നല്ലോണം ഉണ്ട്, അവരുടെ പിത്ത് ലാർജ് ആണ്, ആൻഡ് കോർട്ടെക്സ് എങ്ങനെയാണ്? മിക്സ്ഡ് വിത്ത് ലെസ് amount ഓഫ് സൈലം ട്രക്കീഡ്സ് ഓർ വുഡ്. ഇനി ഇവരുടെ പാരൻകൈമ സെൽസ് എങ്ങനെയാണ്? ഈ ടൈപ്പ് ഓഫ് ഫുഡിൽ കാണുന്ന പാരൻകൈമാറ്റിക് സെൽസ് ഫിൽഡ് വിത്ത് സ്റ്റാർച്ച് ഗ്രെയിൻ. ഇനി അവരുടെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള യൂസ് എങ്ങനെയായിരിക്കും? വലിയ കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താ? നമുക്കറിയാം നോൺ കോമ്പാക്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ വുഡ് സ്ട്രോങ് അല്ലാത്ത വുഡിന് നമുക്ക് വലിയ കൊമേഴ്ഷ്യൽ യൂസ് ഉണ്ടാവില്ല. അപ്പോ ലെസ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ്. കാരണം എന്താ? മാനോസൈലിക് വുഡ് ഉപയോഗിക്കുന്ന ലെസ് ഇമ്പോർട്ടൻസ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ബിക്കോസ് വുഡ് എങ്ങനെയാ? ഡ്യൂറബിൾ അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി മാനോസൈലിക് വുഡ് നമ്മൾ ഇനി അടുത്തത് പിക്നോസൈലിക് വുഡിൽ നമ്മൾ ആദ്യം പറഞ്ഞു കമ്പാക്ട് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ്. ഇനി അവരുടെ സൈലം ട്രക്കീഡ്സ് അല്ലെങ്കിൽ വുഡിന്റെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയായിരിക്കും? ലാർജ് amount ഓഫ് സൈലം ട്രക്കീഡ്സ് അല്ലെങ്കിൽ വുഡ്. ഇനി അവരുടെ കോർട്ടെക്സും പിത്തും ഒക്കെ എങ്ങനെയായിരിക്കും? സ്മോൾ amount ഓഫ് കോർട്ടെക്സ് ആൻഡ് അവരുടെ പാരൻകൈമ കുറവായിരിക്കും, വിത്ത് ലിറ്റിൽ പാരൻകൈമ. ഇനി ഫൈനൽ പോയിന്റ് എങ്ങനെയാണ്? അവര് ഹൈലി ഡ്യൂറബിൾ ആണ്, കൊമേഴ്ഷ്യൽ യൂസസ് നല്ലോണം ഉണ്ട്, ഡ്യൂറബിൾ, ആൻഡ് അവർക്ക് ഈൽഡ്സ് ടിമ്പർ. ഇത്രയും കാര്യങ്ങളാണ് മാനോസൈലിക് വുഡും പിക്നോസൈലിക് വുഡും കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഏതിലും നമ്മൾ പഠിക്കും? അനാറ്റമിയിൽ നമ്മൾ പഠിക്കും. അനാറ്റമി എന്നുള്ള ചാപ്റ്ററിലും പഠിക്കും, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ. അപ്പോ മാനോസൈലിക് വുഡും പിക്നോസൈലിക് വുഡും എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഇതിൽ ഓൾറെഡി പറഞ്ഞു, ടെറിഡോഫൈറ്റിനെ പോലെ സിമിലാരിറ്റി കാണിച്ച് ലിറ്റിൽ സെക്കൻഡറി ഗ്രോത്തും മാനോസൈലിക് ടൈപ്പ് ഓഫ് വുഡുമാണ് നമുക്ക് കാണാൻ പറ്റാന്ന്. ഇനി നെക്സ്റ്റ് പോയിന്റ്, അതായത് പോയിന്റ് ഓഫ് സിമിലാരിറ്റി വിത്ത് ടെറിഡോഫൈറ്റ് എന്താന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ മെഗാസ്പോറോഫിൽസ് എങ്ങനെയായിരിക്കും? ലീഫ് ലൈക്ക് മെഗാസ്പോറോഫിൽ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഓഫ് സിമിലാരിറ്റി, സ്പേംസ് എങ്ങനെയായിരിക്കും? ഫ്ലജല്ലേറ്റ് ആണ്. ഇനി നിങ്ങൾ വിചാരിക്കും ഫ്ലജല്ലേറ്റ് സ്പേംസ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ഈ സാധാരണ പോളൻ ട്യൂബ് കാണുന്ന പ്ലാന്റ്സിലൊക്കെ അവരുടെ പോളൻ ട്യൂബ് ഉള്ളത് കൊണ്ട് അവരുടെ സ്പേംസ് അല്ലെങ്കിൽ മെയിൽ ഗാമെറ്റ് എങ്ങനെയായിരിക്കണം? മോട്ടൈൽ ആയിരിക്കണം നിർബന്ധമില്ല. കാരണം വിൻഡോ അങ്ങനെ ബാക്കിയുള്ള അതിന്റെ ഹെൽപ്പോട് കൂടി പോളനിൽ വന്ന് ചേർന്ന് ബാക്കിയുള്ള ഫീമെയിൽ ഫ്ലവറിൽ വന്ന് ചേർന്ന് വീണ് പോളൻ ട്യൂബ് വഴി അവര് സഞ്ചരിക്കും.
പക്ഷെ ഇവിടെ എങ്ങനെയാണ്, അവർക്ക് ഫ്ലജലേറ്റ് സ്പേംസ് ആണ് ഈവൻ വെൻ പോളൻ ട്യൂബ് ഇസ് പ്രസന്റ്. ഇനി അവരുടെ ലീഫ് ബേസസ് എങ്ങനെയാന്ന് വെച്ചാൽ പറയണം, പെർസിസ്റ്റന്റ് ലീഫ് ബേസസ്. ഇതൊന്നും വലിയ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള സാധനമൊന്നല്ല. ഇനി അവരുടെ അറേഞ്ച്മെന്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ, അറേഞ്ച്മെന്റ് ഓഫ് മൈക്രോസ് എങ്ങനെയായിരിക്കും, വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോ ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് നമ്മുടെ സൈക്കസിന് ഉള്ളത്, വിത്ത് ആൻഡ് വിച്ച് ആർ സിമിലർ ടു ടെറിഡോഫൈറ്റ്സിലെ ബാക്കിയുള്ള മെമ്പേഴ്സ്. അപ്പൊ എന്ത് പറ്റി, നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തു, ഇപ്പോ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തെടുത്തു. ഇനി 5th ക്വസ്റ്റ്യൻ ആൻസർ എന്തായി, ഇത്രയും കാര്യങ്ങളാണ്. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ, ദി heterosporous pteridophytes show certain characteristics which are precursor to the seed habit in gymnosperms. Explain. Again heterospore നെ കുറിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ, നമുക്കറിയാം ചില മെമ്പേഴ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ഹെറ്ററോസ്പോറി കാണിക്കുന്നുണ്ട്, ആൻഡ് സീഡ് ഹാബിറ്റിന് പ്രിക്കേഴ്സർ ആയിട്ടും ചില ഇത് കാണിക്കുന്നുണ്ട്, ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറയും, എന്താണ് ഹെറ്ററോസ്പോറി? പ്രൊഡക്ഷൻ ഓഫ് 2 types ഓഫ് സ്പോർസ്, സ്മോളർ മൈക്രോസ്പോറും ലാർജർ ആയിട്ടുള്ള മെഗാസ്പോറും. ആൻഡ് ഇത് ഫസ്റ്റ് എവിടെയാണ് കണ്ടത്, ടെറിഡോഫൈറ്റിലെ ഒരു മെമ്പറായ സെലാജിനെല്ല. ഇനി സെലാജിനെല്ലില് ഈ സ്മോളർ മൈക്രോസ്പോർ എന്ത് പറ്റും, അവര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മെയിൽ ഗാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ഇനി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അതേസമയം ആദ്യം പ്രൊഡ്യൂസ്ഡ് ആവും, ലാർജർ മെഗാസ്പോർസിൽ നിന്ന്. ഇനി മെയിൽ ഗാമറ്റോഫൈറ്റ് എന്തുണ്ടാക്കും, മെയിൽ ഗാമറ്റ്സ് ഉണ്ടാക്കും, വൈൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്തുണ്ടാക്കും, ആർക്കിഗോണിയ ഉണ്ടാക്കും. ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ടു ദി ഡെവലപ്പിംഗ് എംബ്രിയോ. അപ്പോ ഇത് കഴിഞ്ഞ് ദ ഫിനോമിനൻ ഓഫ് ഹെറ്ററോസ്പോറി എന്തിനെ വഴിതെളിച്ചു, ഇറ്റ് ലെഡ് ടു ദി റിഡക്ഷൻ ഓഫ് ഗാമറ്റോഫൈറ്റ്. അതായത് ഗാമറ്റോഫൈറ്റ് ഏറ്റവും റീറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രിക്കേഴ്സർ ആയിട്ട് ആക്ട് ചെയ്തു. അതിനാണ് നമ്മൾ ഹെറ്ററോസ്പോറി കാണിച്ചത്. ആൻഡ് ഇൻസിറ്റു ജെർമിനേഷൻ ഓഫ് സ്പോർസ് കണ്ടു, ആൻഡ് റീറ്റെൻഷൻ ഓഫ് മെഗാ ഗാമറ്റോഫൈറ്റ് ഇൻ മെഗാസ്പൊറാഞ്ചിയ, ആൻഡ് ഫൈനലി ടു ദി സീഡ് ഡെവലപ്മെന്റ്. അതായത് ഇപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ്സ് ആയ ടെറിഡോഫൈറ്റ്സ് ഷോയിങ് ഹെറ്ററോസ്പോറിയിൽ അവർ ചെറിയ രീതിയിൽ റീറ്റെൻഷൻ കാണിച്ചു. പക്ഷെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ വരെ വെയിറ്റ് ചെയ്യില്ല, ഇമ്മച്യൂർ ആയിരിക്കുമ്പോൾ തന്നെ ഷെഡ് ഓഫ് ഒക്കെ ചെയ്യുമായിരുന്നു. ആൻഡ് പക്ഷെ ജിംനോസ്പെർമിന് ആൻജിയോസ്പെർമിലേക്ക് കടന്നപ്പോൾ അവർക്ക് കംപ്ലീറ്റ് റീറ്റെൻഷനും ജെർമിനേഷനും സ്പോറും എല്ലാം വിത്തിൻ ദി ഫീമെയിൽ ഗാമറ്റോഫൈറ്റും, ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്തും കൂടി വഹിക്കണം, നറിഷ്മെന്റ് ഓഫ് ദി എംബ്രിയോയും കൂടി വഹിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അപ്പോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെറ്ററോസ്പോറി സെലാജിനെല്ലിൽ കണ്ടത് എന്താണ്, സീഡ് ഹാബിറ്റ് ഡെവലപ്മെന്റിന്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞ പാർട്ട് അല്ലെങ്കിൽ ടോപ്പിക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് ആദ്യം കാണിച്ചത് ഏതിനാണ്, സെലാജിനെല്ല, സാൽവിനി. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കമന്റ് ഓൺ ദി ലൈഫ് സൈക്കിൾ ആൻഡ് നേച്ചർ ഓഫ് ഫേൺ പ്രോതാലസ്. ഇന്നലെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു പ്രോതാലസ് എന്താണ്. പ്രോതാലസ് ആദ്യം കാണുന്നത് എവിടെയാന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പ്രോതാലസ് ആദ്യം കണ്ടത്, നമ്മുടെ ടെറിഡോഫൈറ്റ്സിലാണ്. ആൻഡ് ടെറിഡോഫൈറ്റ്സിൽ ഉണ്ടായി വന്ന, അതായത് ടെറിഡോഫൈറ്റ്സിന്റെ ഡോമിനന്റ് ഏതാണ്, സ്പോറോഫൈറ്റിക് ബോഡിയാണ്. പക്ഷെ ഇതിന്റെ നോൺ ഡോമിനന്റ് ഫേസ് ആയ ഗാമറ്റോഫൈറ്റിൽ എങ്ങനെ കണ്ടു, അതായത് ഒരു ചെറിയ സ്മോൾ, അതിൽ ഡെവലപ്പ് ഒന്നും ആവാത്ത ഇൻകോൺസ്പീഷ്യസ് ആയിട്ടൊരു പ്രോതാലസ് കണ്ടു. ഇനി ടെറിഡോഫൈറ്റ്സിൽ നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ആണ് കാണുന്നത്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇനി ഈ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ നമുക്കറിയാം ഈക്വൽ കോൺട്രിബ്യൂഷൻ ആര്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫേസും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫേസും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതിൽ ആദ്യം എന്ത് ചെയ്തു, ഫോർമേഷൻ ഓഫ് സ്പോർസ്. ഇനി സ്പോർ ഫോർമേഷൻ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ആദ്യം സ്പോർ ഉണ്ടാവണം. ഈ സ്പോർ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, നമുക്കറിയാം ടെറിഡോഫൈറ്റ്സില് മെയിൻ പ്ലാൻ ബോഡി എങ്ങനെയാണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ്. ഇനി ഈ സ്പോറോഫൈറ്റിൽ എന്തുണ്ട്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫിൽ കണ്ടെയ്ൻസ് സ്പോറോഫിൽസ്. ഇനി സ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്.
ആൻഡ് ഇത് എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിലാണ് ഉണ്ടാവുന്നത്, അതായത് മെയിൻ പ്ലാന്റ് ബോഡി ഓഫ് ടെറിഡോഫൈറ്റ്സ്. ഇനി ഈ സ്പോറോഫിലിന് എന്തുണ്ടായി? സ്പോർസ് ഉണ്ടായി. ഇനി ഇതെന്തൊക്കെയാവാം? ടെറിഡോഫൈറ്റ് ആയതുകൊണ്ട് ഹോമോസ്പോറസ് ആവാം, അല്ലെങ്കിൽ ഹെറ്ററോസ്പോറസ് ഉണ്ടാവാം. ഇനി ഹെറ്ററോസ്പോറസ് ആണെങ്കിൽ അഗെയിൻ മൈക്രോസ്പോർ അല്ലെങ്കിൽ മെഗാസ്പോർ. ഇനി മൈക്രോസ്പോർ എങ്ങനെയാണ്? സ്മോളർ ആണ്. മെഗാസ്പോർ ലാർജർ ആണ്. അപ്പോ സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡിയിൽ സ്പോറോഫിൽ ഉണ്ടായി, സ്പോറോഫിലിന് സ്പോർസ് ഉണ്ടായി. ഇനി സ്പോർസ് എങ്ങനെയൊക്കെ ആവാം? ടെറിഡോഫൈറ്റ് ആയതുകൊണ്ട് മോസ്റ്റ്ലി ഹോമോസ്പോർസും ചിലത് ഹെട്രോസ്പോറിയും കാണിക്കുന്നുണ്ട്. ഇനി സ്പോർ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. ഇനി സ്പോർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റേജ്? ഈ സ്പോർ ജെർമിനേഷൻ നടക്കാന്നുള്ളത്. ജെർമിനേഷൻ ഓഫ് സ്പോർ. അപ്പോ ഉണ്ടായി വന്ന സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ജെർമിനേറ്റ് ചെയ്ത് എന്താവുന്നു? ഒരു ചെറിയൊരു ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടാക്കുന്നു. ആൻഡ് ഈ ഗാമറ്റോഫൈറ്റിന്റെ പ്രത്യേകത നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ഡിസ്കസ് ചെയ്താണ്. എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ്, ഫ്രീ ലിവിങ് ആണ്. അത് ഇൻഡിപെൻഡന്റ് ഒന്നല്ല ആരിലും, ഫ്രീ ലിവിങ് ആണ്, ഹാപ്ലോയിഡ് ആണ്. ആൻഡ് ഇതിന്റെ പേരാണ് പ്രോതാലസ്. ഈ പേര് കേട്ടോണ്ട് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. താലസിന്റെ മുമ്പിലത്തെ സ്റ്റേജ് ആണ് പ്രോ താലസ്. നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എൻസൈമിൽ പ്രോ എൻസൈം പഠിക്കുന്നത് പോലെ ഒരു പ്രിക്കേഴ്സർ ആണ് നമ്മൾ വിചാരിക്കരുത്. താലസിന്റെ മുന്നിലത്തെ ഒന്നല്ല പ്രോ താലസ്. എങ്ങനെയാണ്? ഹാപ്ലോയിഡ്, ഫ്രീ ലിവിങ്, ഗാമിറ്റോഫൈറ്റ് ആണ് ഈ വരുന്ന പ്രോ താലസ്. ഇനി ഈ ഗാമിറ്റോഫൈറ്റ്, അതായത് സ്പോർ ജെർമിനേറ്റ് ചെയ്ത് വരുന്ന ഗാമിറ്റോഫൈറ്റ് നമുക്കറിയാം ഇതിലെങ്ങനെയാണ്? സ്പോർസ് ഹെറ്ററോം ഹോമോ ആയതുകൊണ്ട് തന്നെ ഇൻ ഹോമോസ്പോറസ്, ഇൻ ഹെറ്ററോസ്പോറസ് നമ്മൾ ഡിഫറെന്റ് ഹെഡിങ്സിൽ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഹോമോസ്പോർസിൽ ഈ ഗാമിറ്റോഫൈറ്റ് എങ്ങനെയായിരിക്കും? ബൈസെക്ഷുവൽ ആയിരിക്കും. അതായത് അവർക്ക് സെപ്പറേറ്റ് ഒന്നുമില്ല. അപ്പോ ബൈസെക്ഷുവൽ ഗാമിറ്റോഫൈറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നു. ഇനി ഹെറ്ററോസ്പോറസിലാണെങ്കിലോ അവർക്ക് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് ഉണ്ടാവുന്നത്. വേറെ കാണുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ഇനി ഗാമിറ്റോഫൈറ്റ് വരെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്താണ്? ഗാമിറ്റോഫൈറ്റിന്ന് ഗാമീറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോ ഈ ഗാമീറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ അവരെവിടെ നിന്നാണ് ഗാമീറ്റ്സ് ഉണ്ടാക്കുക? അതായത് സെക്സ് ഓർഗൻസ് വേണം. ആൻഡ് ഈ സെക്സ് ഓർഗൻസ് എവിടുന്ന് വരണം? അതായത് സെക്സ് ഓർഗൻസ് വരുന്നത് പ്രോതാലസ്. അപ്പോ അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ എഴുതാണ്. ജെർമിനേഷൻ കഴിഞ്ഞ് തേർഡ് പോയിന്റ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. ഇനി ഗാമീറ്റ്സ് എവിടെയാണ്? നമുക്കറിയാം ഗാമിറ്റോഫൈറ്റിക് ബോഡി ആയ പ്രോതാലസ് ഉണ്ട്. ഇനി ഈ പ്രോതാലസില് മെയിൽ സെക്സ് ഓർഗനും കാണാം, ഫീമെയിൽ സെക്സ് ഓർഗനും കാണാം. ഇനി ഇവരെങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ഇൻ നേച്ചർ ആയിരിക്കും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. ഇനി മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്ത് വിളിച്ചു? മെയിൽ സെക്സ് ഓർഗൻ ഓർ ആന്ത്രീഡിയ. ഇനി ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്ത് വിളിച്ചു? ആർക്കിഗോണിയ. ഇനി സെക്സ് ഓർഗൻ ഉണ്ടായി. ഇനി ഗാമിറ്റ്സ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? ആന്ത്രീഡിയെന്ന് ഉണ്ടായി വരുന്ന മെയിൽ ഗാമിറ്റ്സിനെ നമ്മൾ ആന്ത്രോസോയിഡ് എന്ന് വിളിച്ചു. ഇനി ആർക്കിഗോണിയെന്ന് ഉണ്ടാവുന്നതോ എക്സ് എന്ന് വിളിച്ചു. അപ്പോ ഇത്രയും എന്താണ്? ഗാമീറ്റ്സ് ഉണ്ടായി. ഇനി ഗാമീറ്റ് ഫ്യൂസ് ചെയ്ത് അഗെയിൻ എന്താവും? അതായത് സ്പോറോഫിറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാവും. ഇനി എക്സും, അതായത് മെയിലും ഫീമെയിൽ ഗാമീറ്റും ഒന്നിച്ച് നമുക്ക് അടുത്തത് ആര് ഡെവലപ്പ് ആവും? സ്പോറോഫൈറ്റ് ഡെവലപ്പ് ആവും. സ്പോറോഫിൽ അഗെയിൻ സ്പോറോഫിൽസ് ഉണ്ട്, സ്പോറോഫിൽസ് സ്പോർ ഉണ്ടാക്കും. ഇനി സെയിം സാധനം, അതായത് ഫോർമേഷൻ ഓഫ് സ്പോർസ്, ജെർമിനേഷൻ ഓഫ് സ്പോർസ് ആൻഡ് ഫൈനലി ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. ഇത്രയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ത് വിളിച്ചു? നമുക്ക് ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കാം. ഇവിടെ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിരുന്നു. ഏത് ലെവലാണ് ഇത് ഹാപ്ലോയിഡ് ആയത്? സ്പോർ ഉണ്ടായപ്പോ തൊട്ട്, അതായത് ഓരോ സ്പോറും എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ്. ഗാമിറ്റോഫൈറ്റ് എങ്ങനെയാണ്? അഗെയിൻ ഹാപ്ലോയിഡ് ആണ്. സെക്സ് ഓർഗൻ എങ്ങനെയാണ്? അഗെയിൻ ഹാപ്ലോയിഡ് ആണ്. ആൻഡ് അത് കഴിഞ്ഞ് ഉണ്ടാവുന്ന ആന്ത്രോസോയിഡും എഗ്ഗും ഹാപ്ലോയിഡ് ആണ്. അവർ ഫ്യൂസ് ചെയ്ത് അഗെയിൻ ഡിപ്ലോയിഡ് ബോഡി ഉണ്ടായി.
ഇത്രയാണ് എന്ത് ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാനുള്ളത്. ഫോർമേഷൻ ഓഫ് ഗാമറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എഗെയിൻ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് എംബ്രിയോ ആവുന്നു. ആൻഡ് ഫൈനലി സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു, അവിടുന്ന് എംബ്രിയോ ഉണ്ടാവുന്നു, അവിടുന്ന് അഗെയിൻ ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയ സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. ഇത്രയാണ് നമ്മുടെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഓഫ് ടെറിഡോഫൈറ്റ്സിൽ പറയേണ്ടത്. ഇനി ഇതിലെ ഫേൺ ആയ പ്രോതാലസിന്റെ, അതായത് ഫേണിന്റെ പ്രോതാലസിന്റെ ഫീച്ചേഴ്സ് ചോദിക്കണം. എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്രീ ലിവിംഗ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഇൻകൺസ്പിക്വസ്, അതായത് വലിയ അട്രാക്റ്റീവ് അല്ല, അതായത് ഹിഡൻ പോലത്തെ ഉള്ള രീതിയിലാണ്, ഹാപ്ലോയിഡ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, അതായത് സ്വന്തമായിട്ട് ഫോട്ടോസിന്തറ്റിക് കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം പ്രോതാലസിന് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസൈസിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. ഇനി ഫോട്ടോസിന്തറ്റിക് ആണ്, താലോയിഡ് ബോഡിയാണ്, വലിയ ഡെവലപ്ഡ് ആയി അല്ലാത്ത ഒരു താലോയിഡ് ബോഡിയാണ്. ആൻഡ് അവർക്ക് എന്തുണ്ട്, ചെറിയ ചെറിയ യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ഉണ്ട്. ഈ റൈസോയിഡ്സ് എന്താണ്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ടു ദി സബ്സ്ട്രേറ്റം. ഇനി അവർക്കും ഫെർട്ടിലൈസേഷന് റിക്വയർമെന്റ് ഓഫ് വാട്ടർ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അതുകൊണ്ടാണ് അവർ കൂടുതലും ഡാംപ് മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പ്രോതാലസിന്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഹാർട്ട് ഷേപ്ഡ് വലിയ ഭയങ്കര ചെറിയ സൈസിലുള്ള ഒരു ഇൻകോൺസ്പിക്വസ് സ്ട്രക്ചർ ആണ് എന്ത്, പ്രോതാലസ്. ഇനി പ്രോതാലസിൽ ഇവിടെ ഒരു നോച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അപ്പിക്കൽ നോച്ച്. ഇനി ഈ നോച്ചിന് ചുറ്റും ചില സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് കുറച്ച് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ആ സെൽസ് ആണ് ഏത്, ആർക്കിഗോണിയ. ഇനി ഇവിടെ തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ എന്താണ്, റിക്വയർഡ് ഫോർ ദി അറ്റാച്ച്മെന്റ് ടു ദി സബ്സ്ട്രേറ്റം. അത് ആണ് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് റൈസോയിഡ്സ്. ഇനി ഇതിന്റെ ആന്ത്രീഡിയ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഭാഗത്തായിട്ട്, അതായത് ഈ നോച്ചിന് ചുറ്റുമല്ല, ബാക്കിയുള്ള താഴെ ഭാഗത്താണ് നമുക്ക് ഏത് റൈസോയിഡ്സ് വരുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ആന്ത്രീഡിയ. ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റി അറിഞ്ഞിരിക്കുക, പ്രോതാലസിന്റെ നേച്ചറിനെയും അതിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതായത് അതിന് ഒരു അപ്പിക്കൽ ആയിട്ടുള്ള നോച്ച് ഉണ്ട്. ആൻഡ് ഈ നോച്ചിന് ചുറ്റും നമ്മുടെ ആർക്കിഗോണിയ പോലത്തെ ആർക്കിഗോണിയന്റെ സെൽസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള ടിഷ്യൂനെ നമ്മൾ എന്ത് വിളിച്ചു, പ്രോതാലിയൽ ടിഷ്യൂ. ഇനി താഴെ ആന്ത്രീഡിയ കണ്ടു. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് വിച്ച് ഹെൽപ്പ് ഇൻ അറ്റാച്ച്മെന്റ് ടു ദി സബ്സ്ട്രേറ്റം, അതായത് റൈസോയിഡ്സ്. ഇനി ഈ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഒരു ഡയഗ്രത്തിൽ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, ഫസ്റ്റ് എവിടെ തൊട്ട് തുടങ്ങണം, മെയിൻ പ്ലാന്റ് ബോഡി തൊട്ട് നിങ്ങൾ തുടങ്ങി. മെയിൻ പ്ലാന്റ് ബോഡി ആയ സ്പോറോഫൈറ്റ് വിച്ച് ഇസ് ഡിപ്ലോയിഡ്. ഇനി ആ പ്ലാന്റ് ബോഡി എങ്ങനെ പോകും, മിയോസിസ് ചെയ്ത് എന്തുണ്ടാക്കി, സ്പോർ ഉണ്ടാക്കി. ഇനി സ്പോർ എന്ത് ചെയ്തു, ജെർമിനേറ്റ് ചെയ്ത് ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കി. ഇനി ഞാൻ പറഞ്ഞു ബൈസെക്ഷൽ ആവാം, മോണോസെക്ഷൽ, അതായത് ബൈസെക്ഷൽ ആവാം, യൂണിസെക്ഷൽ ആവാം. ഹോമോസ്പോറസിന്റെ കേസിൽ ബൈസെക്ഷൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും. ഇനി ഹെട്രോസ്പോറസ് ആണെങ്കിൽ ഡിഫറെന്റ് ഫീമെയിൽ ആൻഡ് മെയിൽ ആയിട്ട് ഉണ്ടാവും. ഇനി അതിൽ ഫീമെയിൽ ആൻഡ് മെയിൽ ആയിട്ട് ഉണ്ടായാലും ബൈസെക്ഷൽ ആണെങ്കിലും ഗാമിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ്സ് ഉണ്ട്, അവർ ഫ്യൂസ് ചെയ്യുന്നു, ഡിപ്ലോയിഡ് ആയിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു, മൈറ്റോസ് ചെയ്ത് എംബ്രിയോ ഉണ്ടാവുന്നു, എംബ്രിയോ ആര് അഗെയിൻ ഡെവലപ്പ് ആയി, സ്പോറോഫൈറ്റ് ഡെവലപ്പ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഫ്യൂഷൻ നടന്നു തൊട്ട് സ്പോറോഫൈറ്റ് സ്പോർ ഫോർമേഷന് മിയോസിസ് നടക്കുന്നത് വരെ എങ്ങനെയാണ്, ഏത് സ്റ്റേജ് ആണ് കാണുന്നത്, ഡിപ്ലോയിഡ്. ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് നോക്കിയാൽ എല്ലാം ഹാപ്ലോയിഡ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ആയി, കമന്റ് ഓൺ ദി ലൈഫ് സൈക്കിൾ ആൻഡ് നേച്ചർ ഓഫ് ഫേൺ പ്രോതാലസ്. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ആർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പംസ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. അതായത് ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പമിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതെന്തായാലും അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്സിന്റെ ഡിഫറൻസസ് പറയാൻ വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും,
ടെറിഡോഫൈറ്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് ഫ്രീ ലിവിങ് ആണ്. പക്ഷെ ജിംനോസ്പെർമിൽ എങ്ങനെയാണ്? അവർക്ക് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഇല്ല. ഡു നോട്ട് ഹാവ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ്. അതായത് അവർ സ്പോറോഫൈറ്റിന്റെ ബോഡിയിലത്തെ മെഗാസ്പൊറാഞ്ചിയന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയന്റെ ഉള്ളിൽ റീറ്റെയിൻഡ് ആയി കിടക്കാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഗാമറ്റോഫൈറ്റ്സിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ്, ഫ്രീ ലിവിങ് അല്ല. ഇനി ടെറിഡോഫൈറ്റ്സിന്റെ മെയിൽ ഗാമറ്റ് എങ്ങനെയാണ്? ഫ്ലജല്ലേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ പറഞ്ഞിരുന്നു ഫ്ലജല്ലേറ്റഡ് സ്പേം ആണ്, പക്ഷെ അവർക്ക് എന്തുണ്ട്? പോളൻ ട്യൂബും ഉണ്ട്, ഫ്ലജല്ലേറ്റഡ് സ്പേംസും ഉണ്ട്. ഇനി ജിംനോസ്പേമിന് എങ്ങനെയാണ്? നോൺ ഫ്ലജല്ലേറ്റഡ് മെയിൽ ഗാമറ്റ്. എക്സെപ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണ്? ജിംനോസ്പേമിന്റെ സൈക്കസിന് ടെറിഡോഫൈറ്റിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതിലൊന്നാണ് ഫ്ലജല്ലേറ്റഡ് മെയിൽ ഗാമറ്റ്. ഇനി സെക്കൻഡ് പോയിന്റ്, ടെറിഡോഫൈറ്റ്സിനും വാട്ടർ ഇസ് റിക്വയർഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. പക്ഷെ ജിംനോസ്പേമിന് എങ്ങനെയാണ്? വാട്ടർ ഇസ് നോട്ട് എസെൻഷ്യൽ അല്ലെങ്കിൽ നോട്ട് റിക്വയർഡ്. ഇനി പോളൻ ട്യൂബ്സ് ടെറിഡോഫൈറ്റ്സിന് എങ്ങനെയാണ്? ഉണ്ടാവുന്നില്ല. പക്ഷെ ജിംനോസ്പേമിന് പോളൻ ട്യൂബ്സ് ആർ ഫോംഡ്. ഇനി അതിന്റെ ആർക്കിഗോണി എടുത്ത് നോക്കുകയാണെങ്കിൽ നെക്ക് കനാൽ സെൽസ്, അതായത് ഒരു സർട്ടൻ കൈൻഡ് ഓഫ് സെൽസ് ഉണ്ട് ആർക്കിഗോണിയിൽ കാണാൻ പറ്റുന്ന, അതിൽ ആ സെൽസ് പ്രസന്റ് ആണ്. പക്ഷെ ഈ നെക്ക് കനാൽ കാര്യങ്ങളാണ് എന്തിൽ പറയാൻ പറ്റുക? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റും ജിംനോസ്പെർമിന്റെയും ഡിഫറൻസസ് ചോദിച്ചാൽ പറയാൻ പറ്റുക. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് പ്ലാന്റ് വിൽ യു ലുക്ക് ഫോർ മൈക്കോറൈസ? ഏത് പ്ലാന്റാണ് മൈക്കോറൈസിനെ നോക്കാൻ പറ്റുക? ആൻഡ് കോളറോയിഡ് റൂട്ട്സ് നോക്കാൻ പറ്റുക. ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ദിസ് ടേംസ് മീൻ. അപ്പൊ ഫസ്റ്റ് മൈക്കോറൈസ എന്താണ്? ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സിംബയോട്ടിക് അസോസിയേഷൻ. ആര് തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ? ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ. ഇനി ഫസ്റ്റ് പറയേണ്ട എക്സാമ്പിൾ എങ്ങനെയാണ്? പൈനസ് എന്താണ്? ഒരു ജിംനോസ്പേം ആണ്. ഈ ജിംനോസ്പേം ആയ പൈനസിന് എന്ത് കാണിക്കുന്നുണ്ട്? അവരുടെ റൂട്ടും ചില ഫംഗസുമായിട്ട് ചില സിംബയോട്ടിക് അസോസിയേഷൻ. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മൈക്കോറൈസ ഇൻ പൈനസ്. ആ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി കോറലോയിഡ് റൂട്ട്സ് എന്താണ്? അതായത് ജിംനോസ്പെർമിലെ ഒരു എക്സാമ്പിൾ ആയ സൈക്കസില് നമുക്ക് എന്ത് കാണാൻ പറ്റും? സൈക്കസിന്റെ റൂട്ട്സിൽ ചില സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ടാവും. ആൻഡ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗേന്റെ ഫംഗ്ഷൻ എന്താണ്? നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേറ്റ് ചെയ്യുക. ആൻഡ് നൈട്രജൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് അപ്ടേക്കിന് ഈസിയർ ആവും. ഇനി അപ്ടേക്കിന് ഈസിയർ ആയിട്ട് അവരുടെ ഗ്രോത്തും ന്യൂട്രീഷൻ റിക്വയർമെന്റും ഒക്കെ മീറ്റ് ചെയ്യുക. ഫുഡ് പ്ലാന്റ് ബേസിക്കലി ഫുഡ് ഉണ്ടാക്കുക. ഇനി ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആർക്കും കൂടി കിട്ടും? നമ്മുടെ സൈനോ ബാക്ടീരിയക്കും കൂടി കിട്ടും. ആ ഒരു അസോസിയേഷൻ നമ്മൾ വിളിക്കുന്നതാണ് കോറലോയിഡ് റൂട്ട്സ്. അത് കാണുന്നത് സൈക്കസ് വിച്ച് ഇസ് എ ജിംനോസ്പെർം. ഇനി ഡയഗ്രാം എങ്ങനെയാണ് സൈക്കസിന്റെ റൂട്ട് എങ്ങനെയാന്നുള്ളത്? മൈക്കോറൈസ കോറലോയിഡ് റൂട്ട്സ് ഏതിലാണ് കാണാം? എക്സാമ്പിൾ എന്താണ്? ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാമറ്റോഫൈറ്റ് ഇസ് എ ഡോമിനന്റ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്. എക്സ്പ്ലെയിൻ. അപ്പോ ഇന്നലത്തെ ടേബിൾ ഞാൻ ഒന്നും കൂടി എടുക്കണം. ഇത് ഒന്നും കൂടി എടുക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യണം എന്നുള്ളത്, പിന്നെയും ഒന്ന് ഫോക്കസ് ചെയ്യാനാണ്. ഈ ടേബിൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് ഇത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മേജർ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആൽഗയും ബ്രയോഫൈറ്റും എങ്ങനെയാണ്? ഗാമറ്റോഫൈറ്റ് ആണ് അവരുടെ ഡോമിനന്റ് ഫേസ്. ടെറിഡോ, ജിംനോ ആൻഡ് ആൻജിയോ ഇങ്ങനെ സ്പോറോഫൈറ്റിക് ഫേസ് ആണ് അവരുടെ ഡോമിനന്റ് ഫേസ്. ഇനി ഇത്തിരി എടുത്ത സ്ഥിതിക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഹാബിറ്റാറ്റ്, ഡോമിനന്റ് ഫേസ്, മറ്റുള്ള ഫേസ് എങ്ങനെയാണ്, ആരൊക്കെയാണ് ഡിപ്പെൻഡന്റ്, ആരൊക്കെയാണ് ഫ്രീ ലിവിങ്, വാസ്കുലർ സിസ്റ്റം എങ്ങനെയൊക്കെയാണ്, സ്പോർ ഫോർമേഷനും എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ബ്രയോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗാമറ്റോഫൈറ്റ് ആണ് അവരുടെ ഏത് ഡോമിനന്റ് ഫേസ്. ഇനി ഇതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ ഒക്കെ കാണാൻ പറ്റും. ഇനി അവരുടെ ഗാമറ്റോഫൈറ്റില് അവരുടെ മെയിൻ താഴെ ഒരു പ്ലാന്റ് ബോഡി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനി ആ പ്ലാന്റ് ബോഡിന്റെ മേലെ എന്തുണ്ട്? ഈ ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂളിലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂളില് ഈ ക്യാപ്സ്യൂൾ ഭാഗത്ത് എന്തുണ്ടാക്കുന്നുണ്ട് അവര്? സ്പോർ പ്രൊഡ്യൂസിങ് ആണ്. ആൻഡ് ആ ഡയഗ്രാം എക്സാക്ട്ലി NCERT കൊടുത്തത്
അത് ഫുൾ വരക്കാൻ ഇപ്പൊ സമയമില്ല. ഏതാണ് ഈ സി എന്ന് പറയുന്ന ഡയഗ്രം? ഫ്യൂണേറിയന്റെ ഗാമെറ്റോഫൈറ്റും സ്പോറോഫൈറ്റും കാണിച്ചിട്ടുണ്ട്. അതില് താഴെയുള്ള ഭാഗം എന്താണ്? ഗാമെറ്റോഫൈറ്റ്. ഇനി ഈ താഴെയുള്ളത് ഗാമെറ്റോഫൈറ്റ് ആൻഡ് അതിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് മേലേക്ക് സ്പോറോഫൈറ്റ് ഉണ്ട്. സ്പോറോഫൈറ്റിൽ ക്യാപ്സ്യൂൾ സീറ്റ, ഫുഡ് ക്യാപ്സ്യൂൾ സീറ്റ ഒക്കെ ഉണ്ട്. ഈ ക്യാപ്സ്യൂൾ എങ്ങനെയാണ്? സ്പോർ പ്രൊഡ്യൂസിങ് ആണ്. അപ്പൊ സ്പോർ പ്രൊഡ്യൂസ് ആകുമ്പോൾ അവര് സ്പോർസ് റിലീസ് ചെയ്യുന്നു. സ്പോർസ് റിലീസ് ചെയ്തു. ഇനി ഈ സ്പോർസ് എന്ത് പറ്റും? ഈ സ്പോർ പോയി ജെർമിനേറ്റ് ചെയ്ത് എന്താവുന്നു? മെയിൽ ഗാമെറ്റോഫൈറ്റും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റും ആവുന്നു. ഇനി മെയിൽ ഗാമെറ്റോഫൈറ്റും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റും എങ്ങനെയാണ്? ഹാപ്ലോയിഡ് തന്നെയാണ്. കാരണം എന്താ? ഒരു ഹാപ്ലോയിഡ് സ്പോറിന് ഡെവലപ്പ് ചെയ്തു. ഈ മെയിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്സ് എന്താവും? മെയില് പോയി സ്പേം ആവുന്നു, ഫീമെയിൽ പോയി എഗ് ആവുന്നു. ആൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസിൽ അവരെന്ത് അണ്ടർഗോ ചെയ്യും? ഫെർട്ടിലൈസേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ അണ്ടർഗോ ചെയ്ത് അവര് സൈഗോട്ട് ഫോർമേഷൻ കാണിക്കും. ഇനി ഈ സൈഗോട്ട് എന്താവും? അഗൈൻ എംബ്രിയോ ആവുന്നു. ഈ എംബ്രിയോ എന്താവുന്നു? സ്പോറോഫൈറ്റ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ബോഡി ആവുന്നു. നമുക്കറിയാം സ്പോറോഫൈറ്റ് എങ്ങനെയാണ്? ഡിപ്ലോയിഡ് ആണ്. എംബ്രിയോ എങ്ങനെയാണ്? ഡിപ്ലോയിഡ് ആണ്. സൈഗോട്ട് എങ്ങനെയാണ്? ഡിപ്ലോയിഡ് ആണ്. ഇനി ഈ സ്പോറോഫൈറ്റിന്റെ താഴോട്ട് എന്ത് ഡെവലപ്പ് ആവുന്നു? ഗാമെറ്റോഫൈറ്റ് ഡെവലപ്പ് ആവുന്നു. കാരണം എന്താ? നമ്മുടെ ഉണ്ടായി വന്ന സൈഗോട്ട്, ഈ പോയിന്റ് ഓഫ് ടൈമില് സൈഗോട്ട് ഉണ്ടായി വരുന്നത് ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലാണ്. ഈ എംബ്രിയോയിലും എങ്ങനെയാണ്? ഇതേമാതിരിയുള്ള സ്ട്രക്ചർ ആണ്. അതായത് എംബ്രിയോ ഉണ്ട് ഇൻസൈഡ് ആൻഡ് പുറത്ത് ആർക്കിഗോണിയം ഉണ്ടാവുന്നു. ആൻഡ് ഇതിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. സ്പോറോഫൈറ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ സ്ട്രക്ചർ ഉണ്ടാവുന്നു. ഈ സ്ട്രക്ചറിൽ ഈ താഴത്തെ പാർട്ടിനെ നമ്മൾ എന്ത് വിളിച്ചു? ഗാമെറ്റോഫൈറ്റ്. അതായത് ഈ സ്പോറോഫൈറ്റ് ആയിട്ടുള്ള ചെറിയ ബോഡീസ് ഇതിന്റെ താഴോട്ടേക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് എന്ത് വരുന്നു? ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ആൻഡ് അതിന്റെ താഴെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമെറ്റോഫൈറ്റ്. ആൻഡ് ഈ മേലത്തെ ഭാഗത്തിന് സ്പോറോഫൈറ്റ് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി അഗൈൻ ഈ ഫുൾ സാധനം എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. ഇതിന് മനസ്സിലാവാൻ ഇവിടെ എന്ത് എഴുതാം? എംബ്രിയോ ഇൻസൈഡ് ആർക്കിഗോണിയം എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഇനി ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലാണ് എംബ്രിയോ എങ്കിൽ ഇത് എവിടെ ഡെവലപ്പ് ആവുന്നു? അതായത് വിത്തിൻ ദി ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ് ഈ ഫുൾ സംഭവം നടക്കുന്നത്. അതായത് ഈ എംബ്രിയോ പുറത്ത് എന്തുണ്ട്? ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ സ്ട്രക്ചറായ ആർക്കിഗോണിയം ഉണ്ട്. അപ്പോ ഇത് വളർന്ന് എങ്ങനെയാവും? മേലോട്ടേക്ക് പോയി ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആവും. അപ്പൊ എന്ത് പറ്റി? ഇതിൽ നിന്നുണ്ടാവുന്ന ഈ ഫുഡ് സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ അടങ്ങുന്ന ഗാമെറ്റോഫൈറ്റ് ആരിനെ ഡിപ്പെൻഡന്റ് ആവുന്നു? അതായത് ഫുഡ് സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ അടങ്ങുന്ന ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ അടങ്ങുന്ന സ്പോറോഫൈറ്റ് ആരിനെ ഡിപ്പെൻഡന്റ് ആവുന്നു? ഇതിന്റെ ഈ കവറിംഗ് വഹിക്കുന്ന അതായത് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിൽ ഡിപ്പെൻഡന്റ് ആവുന്നു. അപ്പൊ ഇത്രയും എന്ത് മനസ്സിലാക്കാം? എംബ്രിയോ ഉണ്ടായി, സ്പോറോഫൈറ്റ് ഉണ്ടായി. സ്പോറോഫൈറ്റിൽ നിന്ന് ഈ സ്പോറോഫൈറ്റ് വളർന്നു വന്ന് എന്തുണ്ടാവുന്നു? ഇങ്ങനത്തെ സ്ട്രക്ചർ ഉണ്ടാവുന്നു. ആൻഡ് ഇറ്റ് ഇസ് അഗൈൻ ഡിപ്പെൻഡന്റ് ഓൺ ഗാമെറ്റോഫൈറ്റ്. അപ്പൊ ഇത്രയാണ് ബ്രയോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ പറയേണ്ടത്. അപ്പോ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഗാമെറ്റോഫൈറ്റ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൾട്ടി സെല്ലർ ആയിട്ടുള്ള അഡൾട്ട് സ്റ്റേജ് ആണ്. ആൻഡ് ഇതാണ് ഇവരുടെ ഡോമിനന്റ് ഫേസ്. ഇനി ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൾട്ടി സെല്ലർ ആയിട്ടുള്ള അഡൾട്ട് സ്റ്റേജ് വഹിക്കുന്ന ഗാമെറ്റോഫൈറ്റ് അതിന്റെ മേലെ എന്തൊക്കെ ഉണ്ട്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ആന്ത്രീഡിയ ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ആർക്കിഗോണിയ ഉണ്ട്. ആൻഡ് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഹാപ്ലോയിഡ് ഗാമിറ്റ്സ്, ആന്ത്രോസോയിഡ്സ് ആൻഡ് എഗ് സെൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി മോസസ്, ലിവർവേർഡ്സ് ആൻഡ് ഹോൺവേർഡ്സ് ഇവര് മൂന്നെണ്ണത്തിലും ഗാമെറ്റോഫൈറ്റ് ഡോമിനന്റ് ആവുന്നു. ആൻഡ് അതുകൊണ്ടാണ് അത് മോസ്റ്റ് ഫെമിലിയർ ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് മോസിന്റെ ഗാമെറ്റോഫൈറ്റ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഗാമെറ്റോഫൈറ്റ് ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗാമെറ്റോഫൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്പോറിൽ നിന്നാണ്. അപ്പോ മോസിന്റെ ഗാമെറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് സ്പോറിൽ നിന്ന് ഡെവലപ്പ് ആവുന്നു. ആൻഡ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ഗ്രോത്ത്, ഈ ഗ്രോത്തില് പ്രോട്ടോനീമ നമുക്ക് കാണാൻ പറ്റും. ഏതിന്റെ കേസിൽ? മോസിന്റെ കേസിൽ. ആൻഡ് ഈ പ്രോട്ടോനീമ അഗെയിൻ ഡെവലപ്പ് ചെയ്ത് മെയിൻ പ്ലാന്റ് ബോഡി ആവുന്നു, വിച്ച് ഇസ് താലസ് ലൈക്ക്, അതായത് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടായ രീതിയിലേക്ക് വന്നു. അപ്പോൾ ഗാമെറ്റോഫൈറ്റ് ഡോമിനന്റ് ഫേസ് പറഞ്ഞു ആൻഡ് അതിന്റെ ലൈഫ് സൈക്കിളും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്കീമാറ്റിക് ഡയഗ്രാം
ഡിസ്ക്രൈബ് ദി ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പാറ്റേൺ ഓഫ് എ ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു പ്ലാന്റ് ഗ്രൂപ്പിന്റെ ഹാപ്ലോഡിപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നമ്മൾ ഇച്ചിരി മുമ്പ് ഏതിന്റെ കണ്ടു? ടെറിഡോഫൈറ്റ്സിൽ കണ്ടിരുന്നു. ഈ ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത എന്താണ്? ഹാപ്ലോണ്ടിക്കും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജസും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജസും ഇന്റർചേഞ്ച് ചെയ്ത് വരും. അതായത് ഓൾമോസ്റ്റ് ഒരു ഡോമിനന്റ് ഒന്നാണ് ഡോമിനന്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഈ സ്പോറോഫൈറ്റിൽ നിന്ന് മിയോസിസ് നടന്ന് സ്പോർസ് ഉണ്ടായി. ഇവിടം തൊട്ട് എങ്ങനെയായി? ഹാപ്ലോയിഡ് ആയി. ഇനി ഹാപ്ലോയിഡ് ആയ സ്പോർ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാക്കുന്നു. അത് ഗാമിറ്റോജെനസിസ് നടത്തി ഫെർട്ടിലൈസേഷൻ വരെ അഗെയിൻ എന്താണ് ഇവിടെ? ഹാപ്ലോയിഡ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന തൊട്ട് സ്പോർ ഫോർമേഷൻ വരെ ഏതാണ്? ഡിപ്ലോയിഡ് ആണ് കാണാൻ പറ്റുക. ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഹാപ്ലോഡിപ്ലോണ്ടിക് എന്ന് വിളിച്ചു. ഇനി ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണുന്നത് ബ്രയോഫൈറ്റ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ. ഇതിന്റെ രണ്ട് ഫേസും മൾട്ടി സെല്ലുലാർ ആണ്. പക്ഷേ ബ്രയോഫൈറ്റ്സ് നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്രയോഫൈറ്റ്സിലെ ഗാമിറ്റോഫൈറ്റ് ചെറുതാണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ഇൻഡിപെൻഡന്റ് ആണ് ആൻഡ് റിപ്രസെന്റ് ദി ഡോമിനന്റ് ഫേസ്. പക്ഷെ ടെറിഡോഫൈറ്റ്സിൽ എങ്ങനെയാണ്? ഗാമിറ്റോഫൈറ്റ് അല്ല, സ്പോറോഫൈറ്റ് ആണ് ഡോമിനന്റ് ഫേസ്. ഇനി ബ്രയോഫൈറ്റിന്റെ കേസസിൽ സ്പോറോഫൈറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഇസ് പാർഷ്യലി അല്ലെങ്കിൽ ടോട്ടലി ഡിപ്പെൻഡന്റ് ആണ് ആൻഡ് ഫിസിക്കലി അറ്റാച്ച്ഡും കൂടിയാണ് ടു ദി ഗാമിറ്റോഫൈറ്റ്. നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ ബ്രയോഫൈറ്റിന്റെ ക്വസ്റ്റൻ ഒക്കെയാണ് നിങ്ങൾ മോസിന്റെ അല്ലെങ്കിൽ ഫ്യൂനേരിയ, ഫ്യൂനേരിയനാണ് മോസ്, അതിന്റെ ഡയഗ്രാം അവിടെ തന്നിട്ടുണ്ടല്ലോ. അത് ആലോചിച്ച് നിങ്ങൾക്ക് എന്ത് പറ്റും? അവർ ഫിസിക്കലി അറ്റാച്ച്ഡ് ആണ് ആൻഡ് ഗാമിറ്റോഫൈറ്റിന്റെ മേലെ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ടെറിഡോഫൈറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിപ്ലോയിഡ് ഫേസ് ആണ് ഡോമിനന്റ്. അവർ എങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ആണ്, ഫ്രീ ലിവിങ് ആണ്. ഇനി ബാക്കിയുള്ള ലൈഫ് സൈക്കിൾ എങ്ങനെയായിരിക്കും? ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പക്ഷെ ജസ്റ്റ് ഏതാണ് ഡോമിനന്റ് എന്നുള്ളത് മാത്രമേ മാറുന്നുള്ളൂ. അല്ലാണ്ട് ലൈഫ് സൈക്കിൾ ഓൾമോസ്റ്റ് എങ്ങനെയാണ്? ഹാപ്ലോ ഡിപ്ലോണ്ടിക്. ഇനി മോസിന്റെ കേസിൽ പ്രോട്ടോണീമ നമ്മൾ പ്രോട്ടോണീമൽ സ്റ്റേജ് ആണ് കണ്ടതെങ്കിൽ ടെറിഡോഫൈറ്റിന്റെ പ്രോഥാലസ് സ്റ്റേജ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയേണ്ടത്? ടു ഡിസ്ക്രൈബ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പാറ്റേൺ. എക്സാമ്പിൾ വെച്ച് ഒന്ന് പറയാൻ നോക്കിയാൽ നിങ്ങൾ ഏത് പറയണം? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ടെറിഡോഫൈറ്റ്സിലെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഫുൾ സാധനം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Lichen is usually cited as an example of symbiosis in plants, where an algal and fungal species live together for their mutual benefit. അപ്പോ നമുക്കറിയാം ലൈക്കൻ യൂഷ്വലി പറഞ്ഞ സിംബയോസിസ് ആയിട്ടാണ്. അതായത് ആൽഗയും ഫംഗലും ഒരുമിച്ച്, ആൽഗെ സ്പീഷീസും ഫംഗൽ സ്പീഷീസും ഒരുമിച്ച് ജീവിക്കുന്നു ആൻഡ് മ്യൂച്വലിസം കാണിക്കുന്നു. അതായത് മ്യൂച്വലി ബെനിഫിറ്റ് എടുക്കുന്നു. ഇനി ഇതിൽ ഏതൊക്കെയാണ് അവര് സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ആൽഗേനെയും ഫംഗസിനെയും അതായത് ലൈക്കിന്റെ രണ്ട് പാർട്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ സർവൈവൽ നോക്കുകയാണെങ്കിൽ ആര് സർവൈവ് ചെയ്യും, അല്ല ആര് ഡൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ചില എക്സ്പെരിമെന്റ് അനുസരിച്ച് നമ്മൾ നോക്കിയപ്പോ എങ്ങനെ മനസ്സിലായി? ഈ ആൽഗൽ കോമ്പണന്റ് ഇൻ ലൈക്കൻ എങ്ങനെയാണ് ഫോട്ടോസിന്തറ്റിക് ആണെന്ന് നമുക്കറിയാലോ. അതായത് ഫംഗസിനെ പോലെ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഓട്ടോട്രോഫി കാണിക്കുന്നതാണ് ആൽഗൽ കോമ്പണന്റ് ബീങ് ഫോട്ടോസിന്തറ്റിക്. അപ്പൊ അവർക്ക് എങ്ങനെയാണ്? ദേ കൻ ഗ്രോ ഇൻഡിപെൻഡന്റ്ലി. അപ്പോ അവര് ഫംഗൽ സ്പീഷീസ് സെപ്പറേറ്റ് ആയതാലും എന്ത് പറ്റും? അവര് ജീവിക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഫംഗൽ കോമ്പണന്റ് നോക്കുകയാണെങ്കിൽ അവർ ആൽഗയിൽ നിന്ന് സെപ്പറേറ്റ് ആയാല് അവർക്കുള്ള ഫോട്ടോസിന്തസിസ് കപ്പാസിറ്റി ബെനിഫിറ്റ് എങ്ങനെയാവും? റിമൂവ് ചെയ്തതുപോലെ ആവും. അപ്പോൾ ആ അസോസിയേഷൻ എങ്ങനെയാണ്? ആക്ച്വലി സിംബിയോസിസിനെ കാട്ടിയും കൂടുതൽ നമുക്ക് ഏത് പറയാൻ പറ്റും? ഒരു ടിപ്പിക്കൽ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഫംഗസ് ആവുന്നു ഇവിടുത്തെ മാസ്റ്റർ, അതായത് ആൽഗൽ കോമ്പണന്റ്സിനെ ബീങ് സ്ലേവ്, അവരെ ട്രാപ്പ് ചെയ്ത് അവരുടെ സർവൈവലിന് വേണ്ടി അവിടെ വെക്കുന്നു. ആൻഡ് വൈൽ ഗിവിങ് നത്തിങ് ഇൻ റിട്ടേൺ ടു ഇറ്റ്. ഇനി ഇതിനെ നമുക്ക് ചില ഓതേഴ്സ് അനുസരിച്ച് ഇതെങ്ങനെയാണ് ഒരു കൺട്രോൾഡ് പാരസിറ്റിസം അല്ലെങ്കിൽ ഹീലോട്ടിസം ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? ഫംഗസ് sends its host storia into the algal cell to derive nourishment. ചുരുക്കത്തിൽ പറഞ്ഞാല് ആൽഗെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, അത് ഊറ്റിയെടുക്കാൻ അതിന്റെ സ്ട്രക്ചേഴ്സ് പാസ് ചെയ്ത് ഫംഗസ് അതിൽ നറിഷ്മെന്റ് ഡിറൈവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ എന്തായിട്ട് വരാൻ പറ്റും? ആൽഗൽ കോമ്പണന്റ് വിൽ സർവൈവ് ആൻഡ്
ഫംഗൽ കോമ്പണന്റ് വിൽ ഡൈ എന്ന് പറയാൻ പറ്റും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ വൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പെർംസ് ഇസ് സെഡ് ടു ടേക്ക് പ്ലേസ് ത്രൂ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓൾസോ ഡ്രോ എ ലേബൽ ഡയഗ്രം ഓഫ് എംബ്രിയോ സാക് ടു എക്സ്പ്ലെയിൻ ദ ഫിനോമിന. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം. ഞാൻ ആദ്യം എല്ലാം എഴുതുന്നില്ല, കാരണം ഓൾറെഡി എഴുതി വെച്ചത് എവിടെയോ ഉണ്ട്. എങ്ങനെയാണ് മെയിൽ ഗാമിറ്റ്സ്, നമുക്ക് ഗാമിറ്റ്സ് പ്രൊഡക്ഷൻ വരെ അറിയാലോ. മെയിൽ ഗാമിറ്റ് എഗ് സെല്ലുമായിട്ട് സിൻഗാമി നടത്തുന്നു, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ആൻഡ് ഇതേ സമയം നമ്മുടെ സെൻട്രൽ സെല്ലില് ന്യൂക്ലിയയും ആയിട്ട് വേറൊരു മെയിൽ ഗാമിറ്റ് ഫ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇതിനെ നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിച്ചു. അതൊരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള 3N ഉള്ള എൻഡോസ്പെർമിനെ ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചു? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി എംബ്രിയോ സാക്ക് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരക്കും? 3 ആന്റിപോഡൽ സെൽസ് ഉണ്ട്, നടുക്ക് സെൻട്രൽ സെൽ ഉണ്ട്, താഴെ 2 സൈനർജിറ്റ്സ്, അതിന്റെ നടുക്കൊരു എഗ് സെൽ. ഇനി സെൻട്രൽ സെല്ല് 2 പോളാർ ന്യൂക്ലിയയും വരക്കണം. അപ്പോൾ ഇത് ടോട്ടൽ എങ്ങനെയാണ്? 7 സെൽസും 8 ന്യൂക്ലിയയും ആണ് നമുക്ക് എംബ്രിയോ സാക്കിൽ കാണാൻ പറ്റുക. ആൻജിയോസ്പെർംസിൽ നമുക്ക് എന്താ പറ്റും? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ് ഉണ്ട്. മെയിൽ ഗാമിറ്റ് പോളൻ, അതില് 2 മെയിൽ ന്യൂക്ലിയ ഉണ്ട്. ഫീമെയിൽ ഗാമിറ്റ് എങ്ങനെയാണ്? എഗ് സെൽ ആണ് വിത്തിൻ ദി ഒവ്യൂൾ. ഇനി പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് എന്താവും? പോളൻ ട്യൂബ് ഗ്രോത്ത് നടന്ന് അവര് എഗ് അപ്പാരറ്റസിനടുത്ത് വരെ എത്തും. ആൻഡ് ഇവിടുന്ന് ഈ 2 മെയിൽ ഗാമിറ്റും പുറത്തെത്തുന്നു. ആൻഡ് വിത്തിൻ ദ എംബ്രിയോ സാക്ക് അവര് കയറുന്നു. ആൻഡ് ഈ എംബ്രിയോ സാക്കിന്റെ ഉള്ളിൽ വെച്ച് ഒരാള് എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു. ഇതിനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ ഓർ സിൻഗാമി എന്ന് വിളിച്ചു. ആൻഡ് ആ രണ്ടാമത് കാണുന്ന മെയിൽ ഗാമിറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്തു? ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തു വിത്തിൻ ദി സെൻട്രൽ സെൽ. ആൻഡ് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നു. ഇതിനെ നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിച്ചു. അപ്പൊ ഇതിൽ 2 ഫ്യൂഷൻ കാണുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ വായിച്ചു, അല്ലെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ചു. ഇനി സൈഗോട്ട് അഗൈൻ എംബ്രിയോ ആവുന്നു. ആൻഡ് ഈ എംബ്രിയോക്ക് വേണ്ടിയുള്ള നറിഷ്മെന്റ് കൊടുക്കുന്ന ആളാണ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. ഈ ഹോൾ തിങ് ഏതുണ്ട്? ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പോളിനേഷൻ ഉണ്ട്, അത് മെയിൽ ഗാമിറ്റ് എങ്ങനെ ഉള്ളിലേക്ക് എത്തുന്നു, എംബ്രിയോ സാക്കിൽ എത്തുന്നു, ആൻഡ് എത്തിക്കഴിഞ്ഞ് അവരെങ്ങനെ ഫ്യൂഷൻ നടത്തുന്നു, ആൻഡ് ഫൈനലി സിൻഗാമി ട്രിപ്പിൾ ഫ്യൂഷൻ നടന്ന് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്ന് എങ്ങനെ ബാക്കിയുള്ള എൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. ആൻഡ് ഈ എൻ പ്രോഡക്ട്സിന് എങ്ങനെ ഈ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയായി നറിഷ്മെന്റ് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ലേബൽ ഡയഗ്രംസ് ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ താലസ് ഓഫ് ലിവർവേർട്ട്, gametophyte and sporophyte of Funaria, alternation of generation in angiosperm. ഇതിൽ ആദ്യം ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ ആൻജിയോസ്പെർം എങ്ങനെ പറയാൻ പറ്റും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റും എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ചെയ്ത് അതിന്റെ അടുത്തടുത്ത സ്റ്റേജസ് വരികയാണ്. ഇനി ഇതെവിടെ നിങ്ങൾ തുടങ്ങും? ഇത് ഒരു മെയിൻ പ്ലാന്റ് ബോഡിയായ സ്പോറോഫൈറ്റിൽ തുടങ്ങാം. അവർക്ക് എന്തുണ്ട്? അവർക്ക് മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്. ഇനി ഫ്ലവറിൽ എങ്ങനെയാണ്? ആന്തർ ഉണ്ട് വിച്ച് പ്രൊഡ്യൂസസ് പോളൻ ഗ്രെയിൻ. ആൻഡ് ഇവർക്ക് ഓവറി ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒവ്യൂൾ ഉണ്ട്, ഒവ്യൂളിനുള്ളിൽ ബാക്കിയുള്ള എംബ്രിയോ സാക്ക് ഉണ്ട്. ഇനി ആന്തർ മൈക്രോസ്പോറാൻജിയം മൈക്രോസ്പോർ ഒക്കെ ഉണ്ടാക്കുന്നു. അതേപോലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇങ്ങനെ മെഗാസ്പോറാൻജിയം മെഗാസ്പോർ ഉണ്ടാക്കുന്നു. ഈ മെഗാസ്പോർ മൈറ്റോസിസ് നടന്ന് എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നു വിത്തിൻ ദി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഇനി മൈക്രോസ്പോർ മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ഇവർ രണ്ടും ലാസ്റ്റ് എന്ത് ചെയ്തു? ഫ്യൂഷൻ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നു. അപ്പോ ഫെർട്ടിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ എംബ്രിയോ സാക്ക് കാണാം. ഇനി എംബ്രിയോ സാക്കിന്റെ ഉള്ളിൽ മെയിൽ ഗാമീറ്റ്സ് എത്തുന്നു. മെയിൽ ഗാമീറ്റ്സ് എത്തി ഡബിൾ ഫെർട്ടിലൈസേഷൻ അണ്ടർഗോ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? അണ്ടർഗോ ചെയ്ത് കഴിയുമ്പോൾ അവര് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസും ഒരു 3N ഉള്ള പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസും ഒരു ആക്ച്വൽ ആയിട്ടുള്ള എംബ്രിയോ ഉണ്ടാവുന്നു. ഈ എംബ്രിയോക്ക് ആര് നറിഷ്മെന്റ് കൊടുക്കുന്നു? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് കൊടുക്കുന്നു. ഇനി ഈ സീഡ് കോട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എംബ്രിയോ കാണാൻ പറ്റുന്നുണ്ട്, അതിന് ചുറ്റും നറിഷ്മെന്റ് കൊടുക്കുന്ന എൻഡോസ്പെർം കാണാൻ പറ്റുന്നുണ്ട്. ഇതാണെന്ത്? സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ കഴിഞ്ഞ് എങ്ങനെയാണ് സീഡിൽ നിന്ന് അടുത്ത പ്ലാന്റ് ഉണ്ടാവുന്നു. ഇതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി
ഡയഗ്രാം NCERT-യിലും കൊടുത്തിട്ടുണ്ട്. സ്പോറോഫൈറ്റ് ഫ്യൂണേരിയ എങ്ങനെ വരക്കാം? ഒരു ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് വരക്കാം. അതിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്, അതിന് ക്യാപ്സ്യൂൾ, സീറ്റ, ഇത്രയും സാധനങ്ങൾ വരക്കാം. ലീഫ് വരക്കാം. ഒരു ചെറിയ റൈസോയിഡും വരച്ചു വെക്കാം. ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്? റൈസോയിഡ്സ് സബ്സ്ട്രേറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് ആൻകറേജ് കൊടുക്കാൻ. മെയിൻ ആക്സ് എന്താണ്? ലീഫും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സും ഹോൾഡ് ചെയ്യാൻ. ഇനി ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ ആണ് ഇവിടുത്തെ ലീഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി സ്പോറോഫൈറ്റിന്റെ മിഡിൽ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണ് സീറ്റ്. ക്യാപ്സ്യൂൾ എങ്ങനെയാണ്? കണ്ടെയ്ൻ സ്പോർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത്? ഫീമെയിൽ ആൻഡ് മെയിൽ താലസ് ഓഫ് ലിവർ വേർഡ് വരക്കാനാണ്. ഇതില് NCERT-ലും സെയിം ഡയഗ്രാം ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഡിഫറൻസ് എങ്ങനെയാ മനസ്സിലാക്കുക? ആന്ത്രീഡിയോഫോറും ആർക്കിഗോണിയോഫോറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മനസ്സിലാക്കുക. ഈ ഗ്യാപ്പ് ഇട്ട് വരുന്ന ഈ മേലത്തെ സ്ട്രക്ചർ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടാണ് വരുന്നതെങ്കിൽ അത് ആർക്കിഗോണിയോഫോർ ആവുന്നു. അത് ഗ്യാപ്പ് ഇല്ലാണ്ട് ഒരു ബുൾസൈ ഷേപ്പിലാണെങ്കിൽ, അതായത് ഒരു വേഗ് ഡിഫ്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ ആന്ത്രീഡിയോഫോർ. ആൻഡ് അവർ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു ചെറിയ താലോയിഡ് ബോഡി ഉണ്ട്, അതിൽ ജമ്മ കപ്പ് ഉണ്ട്, റൈസോയിഡ് ഉണ്ടാവും, ചെറിയ സ്ട്രക്ചർ. ഇത് നമ്മൾ ഫീമെയിൽ താലസ് എന്ന് വിളിച്ചു, മെയിൽ താലസ് എന്ന് വിളിച്ചു. ഈ ഡയഗ്രാം ജമ്മ കപ്പ് ഉണ്ട്, റൈസോയിഡ്സ് ഉണ്ട്, ആർക്കിഗോണിയോഫോർ. അപ്പോ ഇത്രയും ആർക്കിഗോണിയോഫോർ ആകുമ്പോൾ ഇതെന്തായി? ഫീമെയിൽ ആയി. ഇനി ആന്ത്രീഡിയോഫോർ ഉണ്ടാകുമ്പോൾ ഇതെന്തായി? മെയിൽ ആയി. ഇതാണ് ലേബിൾഡ് ഡയഗ്രാംസ് വരക്കാൻ അറിഞ്ഞിരിക്കാം. ഓൾട്ടർനേഷണൽ ജനറേഷൻ പറഞ്ഞു, ഫ്യൂണേരിയ ആൻഡ് സ്പോറോഫൈറ്റ് ഗ്യാമറ്റോഫൈറ്റ് പറഞ്ഞു, മെയിൽ താലസ് ആൻഡ് ഫീമെയിൽ താലസ് ഓഫ് ലിവർ ബേർഡ്സും പറഞ്ഞു. ഇതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞു? ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കുക. ഈ ചാപ്റ്ററിന് നല്ലോണം പഠിക്കുക. താങ്ക് യു.